പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ബേസിൽ പോളിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന് വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ഉജ്ജ്വല സ്വീകരണം. എൽദോ മാർ ബസേലിയൂസ് പള്ളിയുടെ മുൻവശത്തു നിന്നും ആരംഭിച്ച സ്വീകരണ പരിപാടികൾ മുൻ MLA ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരന്റെ ഇരുണ്ട കാലത്തിന് അറുതി വരുത്തിയത് പിണറായി വിജയൻ സർക്കാരാണെന്നും അത് തുടരുവാൻ ഏവരും ഇടതുപക്ഷത്തിന് അനുകൂലമായി തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്നും ജോണി നെല്ലൂർ. UDF ഭരണത്തിന്റെ ആ പഴയ ഇരുണ്ട കാലം ഇനിയും കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ ഇത്തവണയും LDF സർക്കാരിനെ അധികാരത്തിൽ ഏറ്റുന്നതിന് കേരളത്തിലെ ജനം തയ്യാറെടുത്തു നിൽക്കുകയാണെന്ന് മുൻ MLA ജോണി നെല്ലൂർ അഭിപ്രായപ്പെട്ടു. ആ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് പെരുമ്പാവൂരിലെ ജനത LDF സ്ഥാനാർത്ഥിയായ ബേസിൽ പോളിനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നും LDF നേതാവും മുൻ MLAയുമായ ജോണി നെല്ലൂർ പെരുമ്പാവൂർ വേങ്ങൂരിൽ പറഞ്ഞു. വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭം കുറിച്ച LDF സ്ഥാനാർത്ഥി ബേസിൽ പോളിന്റെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാർ നടപ്പിലാക്കിയ പെൻഷൻ തുകയിലെ വർധനവ് ചൂണ്ടിക്കാണിച്ചാണ് ജോണി നെല്ലൂർ ഇത്തരത്തിൽ പറഞ്ഞത്. ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കാൻ വരുന്ന ഗവൺമെന്റിന് ബാധ്യത വയ്ക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് ഇതെന്ന് പറയുന്ന UDFകാരെ കോൺഗ്രസുകാരെ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഈ പെൻഷൻ കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കാണോ? ഈ പെൻഷൻ കൊടുക്കുന്നത് കേരള കോൺഗ്രസുകാരനാണോ? ഈ പെൻഷൻ കൊടുക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കാണ്. ആ ജനങ്ങൾ മുഴുവൻ ഈ ഗവൺമെന്റ് വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഭീതിയുണ്ട്. മറിച്ചൊരു ഭരണം വന്നാൽ ആ ഇരുണ്ട കാലത്തെ പോലെ 18 മാസം കുടിശ്ശിക കൊടുക്കാതിരുന്നാൽ, ഇത് നിർത്തിക്കളഞ്ഞാൽ എന്താ സ്ഥിതി എന്നുള്ള ആശങ്ക ഈ പാവപ്പെട്ട ആളുകൾക്കുണ്ട്. രാവിലെ വേങ്ങൂർ എൽദോ മാർ ബസേലിയൂസ് പള്ളിക്ക് മുന്നിൽ പ്രാർത്ഥിച്ച ശേഷമായിരുന്നു ഇടത് സ്ഥാനാർത്ഥി ബേസിൽ പോളിന്റെ പര്യടന പരിപാടികൾക്ക് തുടക്കമിട്ടത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിരവധി ആളുകൾ അതിരാവിലെ തന്നെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുവാൻ എത്തിച്ചേർന്നു. തീർത്തും കാർഷിക മേഖലയായ വേങ്ങൂരിന്റെ ഓരോ കേന്ദ്രങ്ങളിലും അത്യുജ്വലമായ സ്വീകരണമാണ് LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു വരുന്നത്. LDF വേങ്ങൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി പര്യടനത്തിന് LDFന്റെ സംസ്ഥാന, ജില്ലാ, ഏരിയ കമ്മിറ്റി നേതാക്കൾ നേതൃത്വം നൽകി. കുറുപ്പമ്പടി പാണിയേലി റോഡിന്റെ വികസനത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാകും തന്റെ ഭാഗത്തു നിന്നും ആദ്യമുണ്ടാവുക എന്ന് സ്ഥാനാർത്ഥി ബേസിൽ പോൾ അഭിപ്രായപ്പെട്ടു. കുറുപ്പമ്പടിയിൽ നിന്നും പാണിയിലേക്കുള്ള റോഡ് ഈ നിവാസികൾ എപ്പോഴും പറയുമ്പോൾ, ഇതിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ തവണയും എന്നോടും ഒരു ജനപ്രതിനിധിയായിരുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ ഈ റോഡൊന്ന് നല്ല നിലവാരത്തിലാക്കണം എന്ന് എന്നോട് എപ്പോഴും സൂചിപ്പിക്കും. കാരണം അത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് ധാരാളം വാഹനങ്ങൾ പോകുന്നു. അത് കൂടാതെ ഈ നാട്ടിലെ ജനങ്ങൾ ഇത്രയും കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോൾ ആ റോഡിന്റെ ദുരവസ്ഥ നമ്മുടെ നാടിന്റെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്കും ജനങ്ങളും എല്ലാവരും വളരെ ദുരിതത്തിലായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാറുണ്ട്. ഞാനിപ്പോൾ ഉറപ്പ് പറയുന്നു, ഈ റോഡിന്റെ സമഗ്രമായ വികസനം, ആ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോകും. അതിന് നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്